ഇന്നത്തെ കേക്ക് 1.5 കിലോ വെയിറ്റ് വരുന്ന ഒരു വഞ്ചോ ടോൾ കേക്കാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ 5 മുട്ട ഉപയോഗിച്ചാണ് കേട്ടോ ഞാൻ ഈ കേക്കുകൾ ബേക്ക് ചെയ്തിട്ടുള്ളത്. ഒരു കേക്ക് ടിന്നിൽ ചോക്ലേറ്റ് സ്പഞ്ചും ഒരെണ്ണത്തിനകത്ത് വൈറ്റ് ഫോറസ്റ്റിൻ്റെ സ്പഞ്ചുമാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ ഓരോ കേക്ക് ടിന്നിലെ കേക്കും 3 ലെയർ വീതം കട്ട് ചെയ്തു. 6 ലെയറാണ് കേട്ടോ മൊത്തം ഈ ടോൾ കേക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെയർ വെച്ചു ചോക്ലേറ്റ് ഗണാഷൂടെ ചേർത്തിട്ടുള്ള ക്രീമാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിന് മുകളിലേക്ക് ചോക്ലേറ്റ് ഗണാഷാണ് അപ്ലൈ ചെയ്ത് കൊടുത്തത്. അതിനുശേഷം വൈറ്റ് ഫോറസ്റ്റിൻ്റെ സ്പഞ്ച് വെച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ക്രീമിനുള്ളിലും നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് ചേർത്തിട്ടുള്ള ക്രീമാണ് കേട്ടോ. അതിന് മുകളിലേക്ക് ഓരോ ലെയറിലായിട്ട് ഞാൻ ചോക്ലേറ്റ് ഗണാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത ലെയർ വയ്ക്കുന്നുണ്ട്. നമ്മൾ ഇതിനകത്തോട്ട് യൂസ് ചെയ്യുന്ന സിറപ്പ് എന്ന് പറയുന്നത് നോർമലായിട്ടുള്ള ഷുഗർ സിറപ്പാണ്. അങ്ങനെ ഞാൻ 6 ലെയറും വെച്ചിട്ട് ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ക്രം കോട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിനുള്ളിലേക്ക് ഒരു സ്റ്റിക്ക് കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോൾ കേക്ക് ആവുന്ന സമയത്ത് നമ്മുടെ കേക്ക് പെട്ടെന്ന് ചരിഞ്ഞു, അല്ലെങ്കിൽ ഫില്ലിങ്സ് കൂടുതലുള്ള കേക്ക് പെട്ടെന്ന് ചരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് സെൻറ്ററിൽ ഒരു സ്റ്റിക്ക് കുത്തുന്നത് വളരെ നല്ലതായിരിക്കും. അങ്ങനെ ഞാൻ കേക്കൊക്കെ ക്രം കോട്ട് ചെയ്ത് ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇതുപോലെ പിങ്ക് കളർ കൊടുത്താണ് കേട്ടോ ഈ കേക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. ഇതൊരു പക്കാ കസ്റ്റമൈസ്ഡ് കേക്കാണ്. അപ്പോൾ അവർ തന്ന ഡിസൈൻ കേട്ടോ നമ്മൾ അതുപോലെ ചെയ്യുന്നത്. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു ഫോട്ടോ പ്രിൻറ്റ് വെച്ച് കൊടുക്കണം. അതാണ് ഇതിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. ആ ഒരു ഫോട്ടോ പ്രിൻറ്റ് നമ്മൾ ഫോട്ടോ പ്രിൻറ്റ് എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. കേക്കിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഫോട്ടോ പ്രിൻറ്റ് എടുക്കുകയാണ് ചെയ്തത്. ഇത് എഡിബിൾ അല്ല കേട്ടോ. 25 റുപ്പീസിന് നമ്മൾ ഫോട്ടോ പ്രിൻറ്റ് എടുത്തതാണ്. അതിനുശേഷം ഇതുപോലെ കുറച്ച് ഫോക്സ് ബോൾസ് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇടയിലായിട്ട് 2-3 ഗോൾഡൻ കളറിലെ ഫോണ്ടൻറ്റ് വെച്ചിട്ട് നമ്മൾ ഹേർട്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഷുഗർ ബോൾസും ഒക്കെ ഇട്ട് നമ്മൾ ഈ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവർ തന്നിട്ടുള്ള അതേ രീതിക്കാണ് കേട്ടോ നമ്മൾ ഈ കേക്ക് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ ലെച്ചൂസിൻ്റെ ഫ്രണ്ട് സഞ്ജനമോയുടെ ബർത്ത്ഡേക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ അവർ തന്നിട്ടുള്ള കേക്കിൻ്റെ പിക്ക് ഞാൻ എൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് കേട്ടോ നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ.